ഈ കേന്ദ്രം കാര്യമായ ഈ പറയുന്ന കണക്ക് കേരളത്തിൽ കണക്ക് പരിശോധിക്കുമ്പോൾ കേരളമാണ് കൂടുതൽ പൈസ കൊടുക്കുന്നത്. പക്ഷേ കേന്ദ്രമന്ത്രി സമരത്തിലേക്ക് വരുമ്പോൾ അയാൾക്ക് വലിയ സ്വീകരണം ലഭിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും കേന്ദ്രമന്ത്രിക്ക് അങ്ങനെ സ്വീകരണം ലഭിക്കുകയും ഇടതുപക്ഷ നേതാക്കൾക്ക് അത് ലഭിക്കും? അത് ഒന്ന് സമരക്കാർ ഉത്തരം പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു സമരം നടത്തുന്ന കൂട്ടർക്ക് അത് വിജയിപ്പിക്കാനുള്ള തത്രപ്പാടിൻ്റെ ഭാഗമായിട്ട് ആരെയും ഒരു സ്വീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവും. കാരണം എങ്ങനെയെങ്കിലും സമരം തീർക്കണം, വിജയിക്കണം എന്നുള്ളതുകൊണ്ട് ആരെയും സ്വീകരിക്കാനുണ്ടാവും. അത് സുരേഷ് ഗോപി പോലുള്ള ആളാകുമ്പോൾ കുറച്ചും കൂടെ കേന്ദ്രത്തിൻ്റെ എന്തെങ്കിലും കിട്ടുമെന്നുള്ള തരത്തിൽ നിൽക്കുമായിരിക്കും. പക്ഷേ കടഞ്ഞ് പരിശ്രമിച്ചിട്ടും തൃശ്ശൂർ ജില്ലക്ക് പോലും ഒന്നും കിട്ടാത്ത ഒരു ബജറ്റാണ് നമ്മൾ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു ഞാൻ പറയാം അദ്ദേഹത്തോടുള്ള അല്ല, ജെ പി നദ്ദ യൂണിയൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയുമുള്ള നിലയിൽ വലിയ ഉത്തരവാദിത്തമുള്ള ഒരാളാണ്. അദ്ദേഹം ഒരു വലിയ രാഷ്ട്രീയ നേതാവ് കൂടിയാണ്. അപ്പോൾ കുറേ കൂടി ഫലപ്രദമായി ഇതിനൊരു ശരിയായ പരിഹാരം കണ്ടെത്താൻ കേന്ദ്രത്തിൻ്റെ വിഹിതം കൃത്യമായി കൊടുക്കുക, ഇത് വർദ്ധിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിക്കേണ്ടതാണ്. ഞാനും ഒരു അപ്പോയിൻമെൻറ്റ് കൊണ്ട് ശ്രമിച്ചു, പക്ഷേ ഇന്നലെ അത് കിട്ടിയിട്ടില്ല. കിട്ടുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. അങ്ങനെയാണെങ്കിൽ കുറേ കൂടി നന്നായിട്ട് ഈ കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തും. എന്തായാലും സുരേഷ് ഗോപിയുടെ ഞാനതിൻ്റെ പ്രഹസനത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറയുന്നില്ല. അദ്ദേഹത്തിന് ഈ ഒരു പ്രശ്നത്തൊക്കെ എത്ര ലാഘവോദ്യോഗത്തോടെ ഞാൻ കാണുന്നുള്ളതിൻ്റെ തെളിവാണത്. ഈ പൊതു സമീപനം എന്ന് പറയുന്നത് ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളിൽ ആശാവർക്കർമാർ സമരം നടത്തുന്നുണ്ട് എന്നതുപോലും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിലുണ്ടാകുന്നില്ല. ഗവൺമെൻറ്റിനെതിരെ ഒരു മാർഗ്ഗമായി ഇതിനെ ഉപയോഗപ്പെടുത്തുക മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ അതൊന്നും വിജയിക്കാൻ പോകുന്നില്ല. നമ്മുടെ LDF ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ പ്രശ്നത്തിനകത്ത് ഫലപ്രദമായി ഇടപെട്ടുകൊണ്ട് ഒരു പരിഹാരം ഉണ്ടാക്കി സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക, അത്രമാത്രമേ ഉള്ളൂ. രാജ പറഞ്ഞത് അവര് കേരളത്തിൽ പോകുമ്പോൾ സമരപന്തൽ സന്ദർശിക്കുമെന്നാണ്. സ്വാഭാവികമായിട്ട് CPI നേതാവെന്ന നിലക്ക് അല്ലെ CPI അവര് ഇത്രയും ഒരു ബോൾഡ് സ്റ്റാൻഡ് ഇക്കാര്യത്തിൽ എടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് CPI ഞാൻ ഒരു പറഞ്ഞാൽ കേരളത്തിലെ പാർട്ടിയാണ് ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത്. കേരളത്തിലെ CPI ഘടകത്തിന് അതിൻ്റെതായ ഒരു ഫൈനൽ സേ ഉണ്ട്. അതനുസരിച്ച് ആർക്കും പ്രവർത്തിക്കാൻ പറ്റും, ഞാനാണെങ്കിലും വേറെ നേതാവാണെങ്കിലും. കർണാടകയിൽ നൽകുന്ന ഓണറേറിയത്തെക്കാൾ കുറവാണ് കേരളത്തിൽ നൽകുന്നതെന്നും UDF അധികാരത്തിലെത്തിയാൽ ഇത് പരിഹരിക്കുമെന്നോ UDF അധികാരത്തിലെത്തിയാൽ എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ കുറച്ചൊരു വളരെ വളരെ ആലോചിച്ചവർ പ്രയോഗിക്കേണ്ടതാണ്. ഞാനിപ്പോൾ ഇത് ഈ നദി വറ്റുകയും തുടൽ പൊട്ടുകയും ചെയ്താലെന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യത്തിനെ കുറിച്ച് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ 100 രൂപ ആശാവർക്കർമാർക്ക് ഓണറേറിയം പ്രഖ്യാപിക്കാൻ വേണ്ടി വർദ്ധിപ്പിച്ച് കിട്ടാൻ വേണ്ടി ശിവകുമാറിൻ്റെ കാലത്ത് വലിയ സമരം നടന്നു. ആ സമരം നടന്നിട്ട് അവസാനത് ഒത്തുതീർപ്പിലെത്തി. എന്നിട്ടത് കിട്ടാൻ മന്ത്രി ഉപരോധിക്കേണ്ടി വന്ന ചരിത്രമാണ് കേരളത്തിനുള്ളത്. ആശാവർക്കർമാരുടെ സമരത്തിനൊരു ചരിത്രമുണ്ട്. 2007 മുതൽ 18 കൊല്ലക്കാലത്തെ അവരുടെ പ്രവർത്തനങ്ങളുടെയും സ്ട്രഗിളിൻ്റെയും സമരത്തിൻ്റെയും ചരിത്രം പരിശോധിക്കുമ്പോൾ UDF ഒന്ന് ഈ കാര്യത്തിനകത്ത് ഒരു അഭിപ്രായം പറയാൻ പോലും അർഹതയുള്ള മുന്നണിയായിട്ട് എനിക്ക് തോന്നുന്നില്ല. അഭിപ്രായം പറയാൻ പോലും, കാരണം അവരുടെ ഈ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ പിന്നെ ഈ നദി പറ്റുമെന്ന് സങ്കല്പിച്ചിട്ട് കാര്യമില്ല, ഈ പുഴ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സുരേഷ് ഗോപി കാണുമ്പോൾ തന്നെ മലയാളികൾക്ക് ഇപ്പോൾ ചിരി വരികയാണെന്നുള്ള അങ്ങയുടെ പ്രസ്താവന ഇതിനകം വിവാദമായിട്ടുണ്ട്. അവർ കേന്ദ്ര സഹമന്ത്രിയെ ആക്ഷേപിക്കില്ല. അല്ല, ഒരിക്കലും ഞാൻ ഒരു വ്യക്തിയെയും, ഒരു CPI നേതാവ് എന്നുള്ള നിലയിൽ ഞാൻ ഒരു വ്യക്തിയെയും ഞാൻ ആക്ഷേപിക്കുന്നില്ല. പക്ഷെ അത് അവർ തന്നെ പരിശോധിക്കേണ്ടതാണ്. അദ്ദേഹത്തിൻ്റെ ഞാൻ ചോദിക്കട്ടെ, ഒരു വകുപ്പ് കൈകാര്യം ചെയ്യാൻ ഉന്നത കുലജാതനം വേണമെന്ന് ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ തന്നെ നാവിലിരുന്ന പ്രസ്താവനകളാണ്. സ്വയം പരിശോധിക്കലാണ്. ഞാൻ ഒരു മനുഷ്യനെ അവമാനിക്കാൻ മാത്രം ഞാൻ അത്രമാത്രം വളർന്നിട്ടുള്ള ഒരാളുമല്ല, ഞാൻ സാധാരണക്കാരനാണ്. പക്ഷെ പരിഹാസം തോന്നുന്നു എന്ന് പറയുന്നത് ഒരു മലയാളിയുടെ മനസ്സിൽ അങ്ങനെ അത് കുടിയേറിപ്പോയിരിക്കുന്നത്. അദ്ദേഹം തിരുത്തി അദ്ദേഹത്തിന് നല്ലത്. ഞാൻ സുരേഷ് ഗോപിയെ വിമർശിച്ച് നന്നാക്കാനൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല. നിങ്ങൾ ശരിയായ രീതിയിൽ വിമർശനം ഉന്നയിക്കുമ്പോൾ നിങ്ങൾ എതിരാളികളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. കാരണം അവർ നന്നാവും. എനിക്കങ്ങനെ വിമർശിച്ച് മൂപ്പരെ നന്നാക്കേണ്ട യാതൊരു ഉത്തരവാദിത്വമില്ല. വേണമെങ്കിൽ സ്വയം നന്നാവുക എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കേന്ദ്രമന്ത്രി സമരപന്തൽ പോകുന്നു, അത് ആ സമരം ചെയ്യുന്ന ആൾക്കാരുടെ എന്തൊക്കെയാകട്ടെ ആ പ്രശ്നങ്ങൾ ഒരു പ്രധാനപ്പെട്ട ആരോഗ്യമന്ത്രിയെ ധരിപ്പിക്കുന്നത് അത് ഒരു പരിഹാസമാവുന്ന ഞാൻ അതിനെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. സുരേഷ് ഗോപിയുടെ പ്രസ്താവനകളെക്കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇതേ സ്വീകരണം ചിലപ്പോൾ ജോർജ് കുര്യൻ പോയ സമരപന്തലിൽ കിട്ടണമെന്നില്ല. ഈ സെലിബ്രിറ്റികൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. നിങ്ങൾ ഇതേ സമരപന്തലിന് ജോർജ് കുര്യൻ അയച്ചു നോക്കി, ഇതേപോലെ താളവും മേളവും പാട്ടും ഡാൻസും ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓരോ കാര്യമുണ്ട്. അതിപ്പോൾ ഞാൻ പോകുന്ന പോലെ ആയിരിക്കില്ല എന്നെക്കാൾ എടുക്കുന്ന ഒരാൾ പോകുമ്പോൾ. അതിൽ വേറെ കാര്യമൊന്നുമില്ല. ഇപ്പോൾ ഈ ആളുകളെ ഈ പോപ്പുലാരിറ്റി അവരുടെ ഈ നടനത്തിനൊക്കെ വലിയ പങ്കുണ്ട് രാഷ്ട്രീയത്തിലും ജീവിതത്തിലും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ഈ സമരത്തോടുള്ളൊരു സമീപനം കൂടി ഉണ്ടല്ലോ. ഈ സമരക്കാർക്കെതിരെ കേസെടുക്കുക, ഇപ്പോൾ ടാർപോളിയും കെട്ടുന്നതിനെ അനുവദിക്കില്ല എന്ന് പറയുന്നു. അത്തരം ഒരു സാഹചര്യം അല്ല, കേസുകൾ പലതും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കോടതിയുടെ ഉത്തരവുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പം ഞങ്ങളിപ്പോൾ ഒരു സമരത്തിൻ്റെ ഭാഗമായിട്ട് ഒരു ഗവൺമെൻറ് ഇനി തീരുമാനിക്കുകയാണ്, ഞാൻ ഹൈപ്പത്തറ്റിക്കലായിട്ട് പറയുകയാണ്, കേസെടുക്കേണ്ടതെന്ന് വെച്ചാൽ പോലും നിലവിലുള്ള നിയമങ്ങളനുസരിച്ചിട്ട് അത് ചെയ്യുക പറ്റില്ല. ഇപ്പോൾ ഞങ്ങളുടെ പേരിലും ഭരണകക്ഷി നേതാക്കന്മാരെന്നുള്ള നിലയിൽ വേണമെങ്കിൽ പറയാവുന്നവർ നടത്തുന്ന സമരങ്ങളിൽ പോലും കേസെടുക്കുന്നുണ്ട്. റോഡ് പ്രകടനം നടത്തൽ, കാര്യങ്ങൾ ലംഘനങ്ങൾ. ഇപ്പോൾ കണ്ണൂരിൽ CPM ഉപരോധം നടത്തിയപ്പോൾ 5000 പേരെ പേരിൽ മറ്റോ കേസെടുത്തു. നിങ്ങൾ പത്രങ്ങളിൽ കാണുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് കേസെടുക്കുന്നു എന്ന് പറയുന്നത് ഭരണ പ്രതിപക്ഷ ഭേദമന്യേ
നിലവിലുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ച് എടുക്കുന്ന ഒരു കാര്യമാണ്. അതിനകത്തൊരു പുതിയ എന്തും കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ 2023-24 പണമാണ് കിട്ടാനുള്ളത്, കിട്ടാൻ സാധ്യതയില്ലെന്നും കേന്ദ്രം തന്നെ പറയുന്നു. അപ്പൊ അതിന്റെ പേരിൽ ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതിൽ ഒരു കാര്യമുണ്ട്? ഇല്ല, സമരം ഞാൻ പറയുന്നത് സമരക്കാരെ സംബന്ധിച്ചിടത്തോളം അവരെ വിളിച്ച് ചർച്ച ചെയ്യുകയും ബോധ്യപ്പെടുത്തുകയും ഇപ്പം 100 കോടിയോളം കിട്ടാനുണ്ടെന്ന് അസംബ്ലി പറഞ്ഞ കണക്കാണ്. ഞാനിപ്പോൾ അതാണ് നമ്മൾ അടിസ്ഥാനം എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണക്കിനെ നമ്മൾ അവിശ്വസിക്കേണ്ടതില്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ആശാവർക്കർമാരുടെ ആവശ്യങ്ങളോട് വളരെ അനുഭാവപൂർണ്ണമായ സമീപനമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. പക്ഷെ അവരും കൂടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. CPI ചർച്ച നടത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CPI A2C വിഷയം നേരത്തെ ഉന്നയിച്ചൊരു സംഘടനയാണ്. A2Cയുടെ കീഴിൽ ആയിരക്കണക്കായ ആശാവർക്കർമാർ രാജ്യത്തിൻ്റെ പല ഭാഗത്തും ഉണ്ട്. ഈ A2C ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു തൊഴിലാളി സംഘടനയാണ്. പക്ഷേ CPIയുടെ ശക്തിയേക്കാൾ അപ്പുറത്ത് ഒരു ശക്തിയുള്ള സംഘടനയാണ്. അവർ പല ഭാഗത്ത് സമരത്തിലാണ്. ഇപ്പോൾ കേരളത്തിൽ അതിൻ്റെ ഭാഗമായിട്ട് ജാബ് നടത്തി കഴിഞ്ഞു. പല സംസ്ഥാനങ്ങളിലും സമരമുഖത്താണ്. ചർച്ച നടത്തുമ്പോഴുള്ളത് സ്വാഭാവികമായിട്ടും നടക്കുന്ന ഒരു കാര്യമാണത്. തിയററ്റിക്കൽ ചോദ്യം. കാരണം ഇർക്കിൽ സംഘടന SUCക്ക് ആശാവർ ഇത്രയും വലിയ ATC CIT ഉണ്ടായിട്ട് ഇർക്കിൽ സംഘടന നിങ്ങൾ പറയുന്നത് SUCക്ക് ഇത്രയും ഒരു സമരം ഓർഗനൈസ് ചെയ്യാൻ കഴിഞ്ഞു. അത് കേരള അല്ല, അങ്ങനെയല്ല. മനസാക്ഷിയുടെ മുമ്പിൽ എത്തിക്കുന്നത് നിങ്ങളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. SUCI എന്ന് പറയുന്നത് ഈ സമരത്തിൻ്റെ ഒരു ഘടകമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതൊക്കെ അങ്ങനെ ഇതെങ്ങനെ കടന്നൊന്നുമില്ല, എനിക്കറിയില്ല. അങ്ങനെ ഒരു SUCIക്ക് അങ്ങനെ ഒരു ഈ കാര്യത്തിലൊരു ശേഷി ഉണ്ടായിരുന്നെങ്കിലും മറ്റ് സ്ഥലങ്ങളിലും നടക്കണ്ട. അപ്പോൾ അതൊക്കെ വെറുതെ ഇങ്ങനെ പറയുന്നൊരു കാര്യം മാത്രമാണ്.